അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ കഥകൾ പറയാം. ഇന്ത്യയുടെ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും മത സഹിഷ്ണുതയുടെയും സുവർണ നാളുകളായിരുന്നു മധ്യകാല നൂറ്റാണ്ടുകൾ. അതിലേറ്റവും സുപ്രധാന പങ്ക് വഹിച്ചത് സൂഫി പാരമ്പര്യമായിരുന്നു. സൂഫികളുടെ പർണശാലകളും ഖാൻഗാഹുകളും ഭജന മഠങ്ങളും മനുഷ്യർക്ക് മുന്നിൽ മാനവികതയുടേതായി തുറന്നിടപ്പെട്ട വാതിലുകളായിരുന്നു. മാലോജിയെ നിങ്ങൾക്ക് പരിചയമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഛത്രപതി ശിവജി മഹാരാജിന്റെ പിതാമഹനായിരുന്നു, പിതാവിന്റെ പിതാവായിരുന്നു മാലോജി. സന്താന സൗഭാഗ്യം നിഷേധിക്കപ്പെട്ടിരുന്ന അദ്ദേഹം അക്കാലഘട്ടത്തിലെ എല്ലാ മനുഷ്യരെയും പോലെ സൂഫി പർണശാലകളിൽ അഭയം പ്രാപിച്ചു. ഷാ ഷെരീഫ് എന്നു പേരുള്ള സൂഫിവര്യന്റെ അടുക്കലേക്കെത്തി തനിക്ക് പുത്ര സൗഭാഗ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ പ്രാർത്ഥനയുടെ ഫലമെന്നോണം അദ്ദേഹത്തിന് 2 കുട്ടികൾ ജനിച്ചു. ആ 2 കുട്ടികൾ തനിക്ക് വേണ്ടി പ്രാർത്ഥന നിമഗ്നനായി ആത്മാർത്ഥതയോടുകൂടി നിന്ന ഷാ ഷെരീഫിന്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് തിരിച്ചറിഞ്ഞ മാലോജി ആ 2 മക്കൾക്കും നാമകരണം ചെയ്തത് ഷാ ഷെരീഫിന്റെ 2 പേരുകളുടെ 2 ഭാഗങ്ങൾ എടുത്തിട്ടായിരുന്നു. ഷാ എന്ന ഭാഗമെടുത്ത് ഒരു മകന് ഷഹാജി എന്നും രണ്ടാമത്തെ മകന് ഷെരീഫ് ജി എന്നുമാണ് അദ്ദേഹം നാമകരണം ചെയ്തത്. ഇതിൽ ഷഹാജിയുടെ മകനാണ് ഛത്രപതി ശിവജി എന്ന് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂഫി മിയാൻ മീറിനെ പരിചയമില്ലാത്തവർ ഉണ്ടാകില്ല. പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിന്, ഗോൾഡ് ടെമ്പിളിന് തറക്കല്ലിട്ട മനുഷ്യനാണ് അദ്ദേഹം. ഗുരു അർജുൻ ദേവുമായി ഉണ്ടായിരുന്ന ഗാഢമായ സൗഹൃദമാണ് സിഖ് മത വിശ്വാസികളുടെ മെക്കയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സുവർണ ക്ഷേത്രത്തിന് തറക്കല്ലിടാൻ ഗുരു മിയാൻ മീറിനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗുരു മിയാൻ മീർ അധികാരത്തെ ഭയപ്പെട്ടിരുന്ന സൂഫിയായിരുന്നില്ല. ജഹാംഗീർ ചക്രവർത്തി ഒരിക്കൽ തന്റെ പർണശാലയുടെ വാതുക്കൽ അനുമതി ചോദിച്ചപ്പോൾ എത്രയെങ്കിലും സമയം കഴിഞ്ഞതിന് ശേഷമാണ് നാട് ഭരിക്കുന്ന ജഹാംഗീർ ചക്രവർത്തിക്ക് പർണശാലയ്ക്കുള്ളിലേക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ടത്. ഗുരുവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ ജഹാംഗീർ ചക്രവർത്തി ഒരു പ്രതികാര നടപടിയും അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പൗത്രനായ ദാരാ ഷിക്കോ ഗുരു മിയാൻ മീറിന്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ഒരു മഹാവൈദ്യനെയാണ് തന്റെ ഗുരുവായി സ്വീകരിച്ചത് എന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്.